ഒരു ഫിഷ് ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇതുപോലെ എടുത്ത് നിരത്തി വയ്ക്കുക. ശേഷം പൊത്തലില്ലാന്ന് ഉറപ്പുവരുത്തി ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെള്ളം വയ്ക്കുക. വെള്ളം തിളച്ചതിന് ശേഷം ആദ്യം ഞാൻ മറന്ന സാധനം തന്നെ പറയാം, ഉപ്പിട്ടുകൊള്ളുക. ഏലക്ക, ഗ്രാമ്പു, പട്ട, ബേ ലീവ്സ്, കുറച്ച് കുരുമുളക്. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ, സ്ക്യൂസ് ഓഫ് ലെമൺ, ഒരു ലെമൺ സ്ലൈസും കൂടെ ഇട്ടോ. വെള്ളം തിളച്ചതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന റോസ് കൈമ അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലേക്ക് ഇടുക. കൈമ അരി തീയുമായിട്ട് മല്ലയുദ്ധം നടത്തുന്ന സമയം നമുക്ക് മസാലയിലേക്ക് കിടക്കാം. ഒരു ജാർ എടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, പുതിനയില, പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയും. ശേഷം ഒരു നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. അതിലേക്ക് പെപ്പർ പൗഡർ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും. നമുക്കിത് ചേർത്തൊന്ന് അടിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ എടുത്തിട്ട് ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള മസാല അതിലേക്ക് വെക്കുക. ബാക്കി മൊത്തം എടുത്ത് തട്ടിക്കളയരുത്. ബാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുക, ആവശ്യമുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ മീനിലേക്ക് പുരട്ടി പിടിപ്പിക്കുക. എല്ലാ മസാലയും പിടിച്ചു കഴിയുമ്പോൾ ഏകദേശം ഇതിനൊക്കെ ഒരു പച്ച മയത്തിലിരിക്കും. ഇനി നമുക്കൊരു ചട്ടി എടുത്ത് ചൂടാക്കി അതിലേക്ക് നല്ല നെയ്യ് അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കശുവണ്ടിയും മുന്തിരിയും സവാളയൊക്കെ മൂപ്പിച്ച് വയ്ക്കാം. ബാക്കി വരുന്ന ഇത്ര നെയ്യിൽ നമുക്ക് സവാള മൂപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നമുക്കതിൽ മൂപ്പിക്കാം. സവാള മാക്സിമം നൈസായിട്ട് അരിഞ്ഞ് അതിനൊന്ന് ഞവടി കൂട്ടിയെടുത്താൽ ഇതുപോലെ പടപട നമുക്ക് പണി കഴിയും. ഇനി ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് സലാഡും കൂടെ ഉണ്ടാക്കി വയ്ക്കാം. തൈര് എടുക്കുക, ക്യാരറ്റ്, സവോള, കുക്കുംബർ, ഗ്രീൻ ചില്ലി, കുറച്ച് മല്ലിയില ചോപ്പ് ആൻഡ് ഉപ്പ്.
പിന്നെ ഒരു സ്വീറ്റ്നെസ് കിട്ടാനായിട്ട് കുറച്ച് പൈനാപ്പിളും കൂടെ കട്ട് ചെയ്തിരുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമുക്ക് പാനിൽ എണ്ണ ചൂടാക്കി മീൻ വറുത്തെടുക്കാം. മീൻ വറുക്കുമ്പം തീരെ ഹാർഡും ആയി പോകരുത്, എന്നാൽ തീരെ ഷാലോ ഫ്രൈയും ആയി പോകരുത്. രണ്ടിൻ്റെ ഒരു ഇടത്തരത്തിൽ നമുക്ക് പൊരിച്ചെടുക്കാം. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന മീൻ വന്നിട്ട് നല്ല മോത മീനാണ് കേട്ടോ, മോത. ഇനി നമുക്ക് അടുത്തതായിട്ട് മസാല ഉണ്ടാക്കാനും ബിരിയാണി വെക്കാനായിട്ടുള്ള ചെമ്പെടുത്തിട്ട് അത് ചൂടാവുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഓക്കെ, അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ പൊരിക്കാനൊക്കെ ഉപയോഗിച്ച ആ എണ്ണയും നെയ്യും കൂടെ കലർന്ന അതും കൂടെ നമുക്ക് ഒഴിക്കാം. ലാഭകരവുമാകും, ഉപയോഗവും ഉണ്ട്. അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും കൂടെ കിട്ടുകയും ചെയ്യും. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കൂടെ നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, സവാള ഒന്നിട്ടിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റി ഈ ഒരു പരുവാകുമ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാലയുടെ ബാക്കി അത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നേരത്തെ എടുത്ത മീനിൻ്റെ ഒരു പീസ് മീൻ എടുത്ത് ഞാൻ ചെറിയ പീസായിട്ട് ആ മസാലയുടെ കൂടെ വെച്ചിരുന്നേ, അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വഴറ്റുമ്പോഴത്തേക്കും ആ ഒരു മീനിൻ്റെ ഒരു ഫ്ലേവറും കൂടെ അതിൽ ഇറങ്ങും.
ആ അരച്ച മസാലയുടെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പം ആവശ്യത്തിനുള്ള തക്കാളി ഞാനിവിടെ തൊലി കളഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ അതിൻ്റെ കൂടെ യോജിപ്പിക്കുക. എന്നിട്ട് അതിൽ ഒരു സ്പൂൺ തൈരും കൂടെ. എന്നിട്ട് മസാല നല്ല ഓക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങാപ്പാൽ, നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കുക. മസാല നല്ല എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ എടുത്തിട്ട്, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള മീനെടുത്ത് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ട് അതൊരു ലെയർ ഇട്ട് അതിൻ്റെ മീതെ റൈസ് ഇട്ട് അതിൻ്റെ മീതെ വീണ്ടും മസാലയും പീസും വെച്ച് എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്നതിന് കുറച്ച് കാഷ്നട്ട്, കുറച്ച് ഓണിയൻ, കുറച്ച് മുന്തിരി, മല്ലിയില, പുതിനയില, എന്നിട്ട് പൈനാപ്പിൾ എസൻസ് ഒന്നും മേടിക്കാനില്ല. ഒരാവശ്യത്തിന് കുറച്ച് പൈനാപ്പിൾ എടുത്ത് ചതച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട്, ജ്യൂസ് അടിച്ചെടുത്തതല്ല, അതിന് ചതച്ചെടുത്ത് കുറച്ച് ജ്യൂസ് കൂടെ അതിൽ തളിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ അതിൻ്റെ മീതെ ചെറിയ രീതിയിലൊന്ന് തൂക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള വളരെ കുറവ് ചേർത്താൽ മതിയാവും, കുറച്ച് നെയ്യും കൂടെ. വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. വെൻ റൈസ് ഇടുക, ഇതിടുക, ഫൈനലായിട്ട് എല്ലാ ലെയറും അടുക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബിരിയാണി ഏകദേശം ഇങ്ങനെ വരും. കാണാനുള്ള ഭംഗി കഴിക്കാനും കൂടെ കിട്ടിയാൽ മതിയായിരുന്നു ദൈവമേ. എന്നിട്ട് ഒരു അലുമിനിയം ഫോയിലെടുത്ത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്യണം.
റാപ്പ് ചെയ്തിട്ട് ഒരു പാത്രം എടുത്ത് മൂടി വെച്ച് അതിലേക്ക് കിട്ടുന്ന ഇതിനൊക്കെ വെയിറ്റുള്ള ഒരു അമ്മിക്കല്ലോ പാറക്കല്ലോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് ഒന്ന് ഒരു 5 മിനിറ്റ് തീയിട്ട് ആവിയും കൂടെ കയറ്റുക. കറക്റ്റ് ദം പ്രോസസ്സ് അല്ല, എന്നാലും നമുക്കിത് കണ്ട് സമാധാനിക്കാം. എന്നിട്ടത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു മണമൊക്കെ കിട്ടും. എന്നിട്ട് ബിരിയാണിയുടെ ഒരു പാരമ്പര്യ സ്വഭാവമാണ് സൈഡ് അരിഞ്ഞ് മാത്രമേ കോരാളെന്നുള്ളത്. അതുകൊണ്ട് നമ്മളായിട്ട് ഇനി ഒരു ഇത് മാറ്റം വരുത്താതെ സൈഡിൽ നിന്നുള്ളത് മാറ്റിയിട്ട് ഒരു സൈഡിൽ നമ്മൾ അരിഞ്ഞെടുക്കുകയാണേ. കുറച്ച് മസാലയും റൈസുമായിട്ട് മിക്സ് ചെയ്ത് അതിനെടുത്ത് പീസും വെച്ച് നമുക്ക് കഴിക്കാം.